ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് SCERTയിലെ ഒരു ഭാഗമാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ 6ാം ക്ലാസ്സിലെ SCERTയിലുള്ള കംപ്ലീറ്റ് സയൻസ് ഭാഗവും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ഏകകോശ ജീവികൾക്ക് ഉദാഹരണം താഴെ തന്നിരിക്കുന്നതിൽ ഏതെല്ലാമാണ്? അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ. ഇതിൽ എല്ലാം ഏകകോശ ജീവികളാണ്. ഇപ്പോൾ 1, 2, 3, 4 എന്നുള്ളതാണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ജീവന്റെ അടിസ്ഥാന ഘടകം ഏതാണ്? കോശമാണ് ജീവന്റെ അടിസ്ഥാന ഘടകം. 3, കോശം എന്ന പേര് ഉത്ഭവിച്ച ഭാഷ ഏതാണ്? ലാറ്റിൻ ഭാഷയാണ്. കോശം എന്ന പേര് ഉത്ഭവിച്ചത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. 4, സെൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ചെറിയ മുറി എന്നാണ്. സെൽ എന്ന വാക്കിൻ്റെ അർത്ഥം ചെറിയ മുറി എന്നാണ്. 5, നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മൈക്രോസ്കോപ്പാണ്. നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. 6, കോശത്തിൻ്റെ കേന്ദ്രം ഏതാണ്? മർമ്മമാണ്. കോശത്തിൻ്റെ കേന്ദ്രമാണ് മർമ്മം. 7, നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? നേരത്തെ ക്വസ്റ്റ്യൻ്റെ റിപ്പീറ്റ് ആണ്. ഏതാണ്? മൈക്രോസ്കോപ്പാണ്. 8, ബഹുകോശ ജീവികൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? അമീബയാണ്. ബഹുകോശ ജീവി അല്ലാത്ത തന്നിരിക്കുന്നതിലുള്ളത് അമീബയാണ്. 9, കോശത്തിൻ്റെ ആവരണം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കോശസ്തരം എന്ന് അറിയപ്പെടുന്നു. കോശത്തിൻ്റെ ആവരണമാണ് കോശസ്തരം. 10, കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥം ഏതാണ്? കോശദ്രവ്യമാണ്. കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥമാണ് കോശദ്രവ്യം. 11, സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഭാഗം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? കോശഭിത്തിയാണ്. സസ്യകോശങ്ങളിൽ മാത്രമാണ് കോശഭിത്തി കാണപ്പെടുന്നത്. 12, സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഭാഗം ഏതാണ്? ഇതിൽ തന്നിരിക്കുന്നതിൽ ഹരിതകമാണ്. ഹരിതകം സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഭാഗമാണ്. 13, വട്ടച്ചൊറിയുടെ രോഗകാരി ഏതാണ്? ഫംഗസ് ആണ്. വട്ടച്ചൊറിയുടെ രോഗകാരി ഏതാണ്? ഫംഗസ് ആണ്. 14, അത്ലറ്റ് ഫൂട്ടുമായി ബന്ധപ്പെട്ട രോഗകാരി ഏതാണ്? ഫംഗസ് ആണ്. അത്ലറ്റ് ഫൂട്ട് ഉണ്ടാവാൻ കാരണമായ രോഗകാരി ഏതാണ്? ഫംഗസ് ആണ്. 15, താരനുമായി ബന്ധപ്പെട്ട രോഗകാരി ഏതാണ്? അതും ഫംഗസ് ആണ്. താരനുമായി ബന്ധപ്പെട്ട രോഗകാരി ഫംഗസ് ആണ്. മലമ്പനിയുടെ രോഗകാരി ഏതാണ്? പ്രോട്ടോസോവയാണ്. മലമ്പനിയുടെ രോഗകാരിയാണ് പ്രോട്ടോസോവ. 17, മലമ്പനി പരത്തുന്ന കൊതുക് ഏതാണ്? അനോഫിലസ് പെൺകൊതുകാണ്. അനോഫിലസ് പെൺകൊതുകാണ് മലമ്പനി പരത്തുന്നത്. 18, മലമ്പനിയുടെ ലക്ഷണം എന്താണ്? ഈ തന്നിരിക്കുന്നതെല്ലാം മലമ്പനിയുടെ ലക്ഷണങ്ങളാണ്. വിറയലോടുകൂടിയ പനി, അനുബന്ധമായി തലവേദന, അമിത വിയർപ്പ് എന്നിവ മലമ്പനിയുടെ ലക്ഷണങ്ങളാണ്. 19, രാസമാറ്റങ്ങൾക്ക് ഉദാഹരണം ഏതെല്ലാമാണ്? ഈ തന്നിരിക്കുന്നതെല്ലാം രാസമാറ്റങ്ങൾക്ക് ഉദാഹരണമാണ്. ചോറ് അല്പനേരം നന്നായി ചവച്ചരയ്ക്കുമ്പോൾ മധുരം അനുഭവപ്പെടുന്നത് രാസമാറ്റമാണ്. എക്സ്റേ എടുക്കുമ്പോൾ ഫിലമെൻറ്റിൻ്റെ നിറം മാറുന്നത് രാസമാറ്റമാണ്. വസ്ത്രങ്ങൾ വെയിലേറ്റ് നിറം മങ്ങുന്നതും രാസമാറ്റമാണ്. 20, അവസ്ഥ, ആകൃതി, വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളെ എന്താണ് പറയുന്നത്? ഭൗതിക മാറ്റം എന്ന് വിളിക്കുന്നു. അവസ്ഥ, ആകൃതി, വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റങ്ങൾ. 21, ഏറ്റവും കുറഞ്ഞ ഊർജമുള്ള ജലത്തിൻ്റെ അവസ്ഥ ഏതാണ്? ഐസ് ആണ്. ഏറ്റവും കുറഞ്ഞ ഊർജമുള്ള ജലത്തിൻ്റെ അവസ്ഥയാണ് ഐസ്. 22,
ഏറ്റവും കൂടുതൽ ഊർജമുള്ള ജലത്തിൻ്റെ അവസ്ഥ ഏതാണ്? ഏതാണ്? നീരാവിയാണ്. ഏറ്റവും കൂടുതൽ ഊർജമുള്ള ജലത്തിൻ്റെ അവസ്ഥ നീരാവിയാണ്. 23. തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുമ്പോൾ നടക്കുന്ന ഊർജമാറ്റം എന്താണ്? രാസോർജം, താപോർജവും പ്രകാശോർജവും ശബ്ദോർജവുമാകുന്നു. രാസോർജം, താപോർജവും പ്രകാശോർജവും ശബ്ദോർജവും ആകുന്നു. 24. വെള്ളമെടുക്കുന്നതിനായി മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ നടക്കുന്ന ഊർജമാറ്റം എന്താണ്? എന്താണ്? വൈദ്യുതോർജം, യാന്ത്രികോർജവും താപോർജവും ശബ്ദോർജവും ആകുന്നു. വൈദ്യുതോർജം, യാന്ത്രികോർജവും താപോർജവും ശബ്ദോർജവും ആകുന്നു. 25. വിറക് കത്തുമ്പോൾ ലഭിക്കുന്ന ഊർജം ഏതാണ്? ഏതാണ്? രാസോർജമാണ്. വിറക് കത്തുമ്പോൾ ലഭിക്കുന്ന ഊർജമാണ് രാസോർജം. 26. ബൾബ് പ്രകാശിക്കുമ്പോൾ നടക്കുന്ന ഊർജമാറ്റം ഏതാണ്? വൈദ്യുതോർജം പ്രകാശോർജവും താപോർജവുമായി മാറുന്നു. വൈദ്യുതോർജം പ്രകാശോർജവും താപോർജവുമായി മാറുന്നു. 27. പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജത്തെ ഏത് ഊർജമാക്കിയാണ് മാറ്റുന്നത്? രാസ ഊർജമായാണ് മാറ്റുന്നത്. പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജത്തെ രാസോർജമായി മാറ്റുന്നു. 28. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏത് തരം ഊർജമാണ്? രാസോർജമാണ്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണ് രാസോർജം. 29. യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ വാഹനങ്ങളെ ചലിപ്പിക്കുന്നതിന് സഹായകമായ ഊർജം ഏതാണ്? ഏതാണ്? യാന്ത്രിക ഊർജമാണ്. യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെ വാഹനങ്ങളെ ചലിപ്പിക്കുന്നതിന് സഹായകരമായ ഊർജമാണ് യാന്ത്രികോർജം. 30. പദാർത്ഥങ്ങളിൽ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? രാസമാറ്റം എന്നറിയപ്പെടുന്നു. പദാർത്ഥങ്ങളിൽ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് രാസമാറ്റം. 31. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ്? രാസോർജമാണ്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണ് രാസോർജം. 32. യന്ത്രങ്ങളുടെ പ്രവർത്തനം മൂലം വാഹനങ്ങൾ ചലിക്കുന്നതിന് സഹായകരമാവുന്ന ഊർജം ഏതാണ്? യാന്ത്രികോർജമാണ്. യന്ത്രങ്ങളുടെ പ്രവർത്തനം മൂലം വാഹനങ്ങൾ ചലിക്കുന്നതിന് സഹായകരമാവുന്ന ഊർജമാണ് യാന്ത്രികോർജം. 33. ചില സസ്യങ്ങൾ പൂഞ്ഞെട്ട്, പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെയാകുന്നു. ഇവ അറിയപ്പെടുന്നത് എന്താണ്? ചില സസ്യങ്ങളിൽ പൂഞ്ഞെട്ട്, പുഷ്പാസനം പോലുള്ള ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെയാകുന്നു. ഇവ അറിയപ്പെടുന്നത് എന്താണ്? കപടഫലങ്ങൾ എന്നറിയപ്പെടുന്നു. 34. സംയുക്ത ഫലത്തിന് ഉദാഹരണം പറയുക. ഏതാണ്? ചക്കയാണ്. സംയുക്ത ഫലത്തിനൊരു ഉദാഹരണമാണ് ചക്ക. 35. ബീജസങ്കലനം വഴി ചില പൂക്കൾ ഫലമാവുകയും ചിലത് ആകാതിരിക്കുകയും ഇവയെല്ലാം ഒരു പൊതു ആവരണത്തിനുള്ളിൽ ക്രമീകരിക്കപ്പെട്ട് ഒരു ഫലം പോലെ ആകുകയും ചെയ്യുന്ന അവസ്ഥ ഏതാണ്? സംയുക്ത ഫലം ആകുന്നതാണ്. ബീജസങ്കലനം വഴി പൂക്കൾ ഫലമാവുകയും ചിലതാകാതിരിക്കുകയും ഇവയെല്ലാം ഒരു പൊതു ആവരണത്തിനുള്ളിൽ ക്രമീകരിക്കപ്പെട്ട് ഒരു ഫലം പോലെയാവുകയും ചെയ്യുന്നത് സംയുക്ത ഫലമാണ്. 36. ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത്തരം ഫലങ്ങളെ പറയുന്നത് എന്താണ്? പുഞ്ചഫലങ്ങൾ എന്നാണ്. ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലമുണ്ടാകുന്നുണ്ടെങ്കിൽ അത്തരം ഫലങ്ങളാണ് പുഞ്ചഫലങ്ങൾ. 37. ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ ഫലങ്ങളെ എന്ത് വിളിക്കുന്നു? ലഘുഫലങ്ങൾ എന്ന് വിളിക്കുന്നു. ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ ലഘുഫലം എന്ന് വിളിക്കുന്നു. 38. മെക്സിക്കൻ കാടുകളിൽ വളരുന്ന വാനിലയിൽ പരാഗണം നടത്തുന്ന തേനീച്ചകളുടെ ഇനം ഏതാണ്? മെലിപ്പോണയാണ്. മെക്സിക്കൻ കാടുകളിൽ വളരുന്ന വാനിലയിൽ പരാഗണം നടത്തുന്ന തേനീച്ച ഏതാണ്? മെലിപ്പോണയാണ്. 39. ചേന, ചേമ്പ് തുടങ്ങിയവയിൽ പരാഗണം നടത്തുന്നത് എന്താണ്? ഈച്ചയാണ്. ചേന, ചേമ്പ് എന്നിവയിൽ പരാഗണം നടത്തുന്നത് ഈച്ചയാണ്. 40. കുരുമുളക് ചെടിയിൽ പരാഗണം നടക്കുന്നത് എങ്ങനെയാണ്? ജലത്തിലൂടെയാണ്. കുരുമുളക് ചെടിയിലെ പരാഗണം ജലത്തിലൂടെയാണ് നടക്കുന്നത്.
41 നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയിൽ പരാഗണം നടക്കുന്നത് എങ്ങനെയാണ്? കാറ്റ് വഴിയാണ്. നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയിൽ പരാഗണം നടക്കുന്നത് കാറ്റ് വഴിയാണ്. 42 സസ്യങ്ങളിലെ പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്നത് ആരാണ്? പൂക്കളാണ്. സസ്യങ്ങളിലെ പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്നത് പൂക്കളാണ്. 43 പൂവിലെ ആൺലിംഗ അവയവം ഏതാണ്? കേസരപുടമാണ്. പൂവിലെ ആൺലിംഗ അവയവമാണ് കേസരപുടം. 44 ഏകലിംഗ സസ്യത്തിന് ഉദാഹരണം ഏതാണ്? ജാതിയാണ്. ജാതി ഒരു ഏകലിംഗ സസ്യമാണ്. 45 ഒരു ദ്വിലിംഗ പുഷ്പം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? പേര ഒരു ദ്വിലിംഗ പുഷ്പമാണ്. പേര എന്ത് തരം പുഷ്പമാണ്? ദ്വിലിംഗ പുഷ്പമാണ്. 46 അയഡിൻ കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഗോയിറ്റർ ആണ്. അയഡിൻ കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. 47 ശരീരത്തിൽ ഇരുമ്പിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? അനീമിയയാണ്. ശരീരത്തിൽ ഇരുമ്പിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ. 48 വിറ്റമിൻ ഡിയുടെ കുറവ് കാരണം ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? കണയാണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ. 49 വിറ്റാമിൻ സിയുടെ കുറവ് കാരണം ഉണ്ടാകുന്ന രോഗം ഏതാണ്? സ്കർവിയാണ്. വിറ്റാമിൻ സിയുടെ കുറവ് കാരണമാണ് സ്കർവി ഉണ്ടാകുന്നത്. 50 വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? വായ്പുണ്ണാണ്. വിറ്റാമിൻ ബിയുടെ കുറവ് കാരണമാണ് വായ്പുണ്ണ് ഉണ്ടാകുന്നത്. 51 മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥ ഏതാണ്? ഏതാണ്? നിശാന്തതയാണ്. മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥയാണ് നിശാന്തത. 52 വിറ്റാമിൻ എയുടെ കുറവ് കാരണം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഏതാണ്? നിശാന്തതയാണ്. വിറ്റാമിൻ എയുടെ കുറവ് കാരണമാണ് നിശാന്തത ഉണ്ടാകുന്നത്. 53 കറിയുപ്പിൽ അടങ്ങിയിരിക്കുന്ന ധാതു ലവണം ഏതാണ്? ഏതാണ്? സോഡിയമാണ്. കറിയുപ്പിൽ അടങ്ങിയിരിക്കുന്ന ധാതു ലവണമാണ് സോഡിയം. 54 ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം ഏതാണ്? സോഡിയമാണ്. ശരീരത്തിലെ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണമാണ് സോഡിയം. 55 വേവിക്കുമ്പോൾ പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? ഏതാണ്? വിറ്റമിൻ സി ആണ്. വേവിക്കുമ്പോൾ പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും നഷ്ടപ്പെടുന്ന വിറ്റമിനാണ് വിറ്റമിൻ സി. 56 തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും ആവശ്യമായ ധാതു ലവണം ഏതാണ്? അയഡിനാണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും ആവശ്യമായ ധാതു ലവണമാണ് അയഡിൻ. 57 രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു ലവണം ഏതാണ്? ഏതാണ്? ഇരുമ്പാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു ലവണമാണ് ഇരുമ്പ്. 58 നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിനാവശ്യമായ വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ ഇ ആണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റമിനാണ് വിറ്റമിൻ ഇ. 59 സസ്യ എണ്ണകളിൽ നിന്നും ലഭിക്കുന്ന വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ ഇ ആണ്. സസ്യ എണ്ണകളിൽ നിന്നുമാണ് വിറ്റമിൻ ഇ ലഭിക്കുന്നത്. 60 ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ സി ആണ്. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റമിനാണ് വിറ്റമിൻ സി. 61 മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ കെ ആണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിനാണ് വിറ്റമിൻ കെ. 62 ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ വിറ്റമിൻ ഏതാണ്?
ഏതാണ്? വിറ്റമിൻ ബി ആണ്. ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ വിറ്റമിനാണ് വിറ്റമിൻ ബി. 63. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് ആവശ്യമായ വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ ഡി ആണ്. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് ആവശ്യമായ വിറ്റമിനാണ് വിറ്റമിൻ ഡി. 64. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ ഡി ആണ്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റമിനാണ് വിറ്റമിൻ ഡി. 65. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ എ ആണ്. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റമിനാണ് വിറ്റമിൻ എ. 66. ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് ഒരു ദിവസം ഒരാൾക്ക് ഭക്ഷണത്തിൽ നിന്നും ലഭിക്കേണ്ട പ്രോട്ടീനിൻ്റെ അളവ് എത്രയാണ്? 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിലാണ്. 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിന് ലഭിക്കേണ്ടത്. 67. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനാവശ്യമായ വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ ഡി ആണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനാവശ്യമായ വിറ്റമിനാണ് വിറ്റമിൻ ഡി. 68. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകം ഏതാണ്? പ്രോട്ടീനാണ്. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനാവശ്യമായ പ്രധാന ഘടകമാണ് പ്രോട്ടീൻ. 69. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏതാണ്? പ്രോട്ടീൻ തന്നെയാണ്. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ. 70. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന നിറം ഏതാണ്? കടും നീല നിറമാണ്. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്നത് കടും നീല നിറമാണ്. 71. ഭക്ഷ്യവസ്തുക്കളിൽ അന്നജ പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? അയഡിൻ ടെസ്റ്റ് ആണ്. ഭക്ഷ്യവസ്തുക്കളിൽ അന്നജ പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ്. 72. ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്ന ധർമ്മം നിർവഹിക്കുന്നത് ആരാണ്? ധാന്യകമാണ്. ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ധാന്യകമാണ്. 73. ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെയും ഭാഗികമായി സംസ്കരിച്ച വെർമിസെല്ലി പോലുള്ള ഭക്ഷ്യവസ്തുക്കളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന മുദ്ര ഏതാണ്? അഗ്മാർക്കാണ്. ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെയും ഭാഗികമായി സംസ്കരിച്ച വെർമിസെല്ലി പോലുള്ള ഭക്ഷ്യവസ്തുക്കളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന മുദ്രയാണ് അഗ്മാർക്ക്. 74. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന ഏജൻസി ഏതാണ്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന ഏജൻസി. 75. പാലിൻ്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ലാക്ടോമീറ്റർ ആണ്. പാലിൻ്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. 76. ഫ്രഷ് ഫുഡ് വിറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏത് വിറ്റമിനാണ്? വിറ്റമിൻ സി ആണ് ഫ്രഷ് ഫുഡ് വിറ്റമിൻ എന്നറിയപ്പെടുന്നത്. 77. ഒരു കൂറ്റൻ തേൾ രൂപത്തോട് കൂടിയ നക്ഷത്രഗണം ഏതാണ്? ഒരു കൂറ്റൻ തേൾ രൂപത്തോടു കൂടിയ നക്ഷത്രഗണമാണ് വൃശ്ചികം. വൃശ്ചികത്തിൻ്റെ രൂപം എന്താണ്? തേൾ രൂപമാണ്. 78. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തലയ്ക്കു മുകളിൽ നിന്ന് അല്പം തെക്ക് മാറി കാണുന്ന ശോഭയുള്ള ഒരു കൂട്ടം നക്ഷത്രങ്ങളാണ് ഏത്? വൃശ്ചികം. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് കാണപ്പെടുന്നത്. തലയ്ക്കു മുകളിൽ നിന്ന് അല്പം തെക്ക് മാറിയാണിത് കാണപ്പെടുന്നത്. എന്താണ് അതിൻ്റെ പേര്? വൃശ്ചികം എന്നാണ്. 79. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിൽ സന്ധ്യാസമയത്ത് ആകാശത്ത് കാണാൻ സാധിക്കുന്ന നക്ഷത്രഗണം ഏതാണ്? കശ്യപിയാണ്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിൽ സന്ധ്യാസമയത്ത് ആകാശത്ത് കാണാൻ സാധിക്കുന്ന നക്ഷത്രഗണമാണ് കശ്യപി. 80. പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശയറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രഗണം ഏതാണ്? ഓറിയോയാണ്.
മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശയറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രഗണമാണ് ഓറിയോൺ. 81. സപ്തർഷികൾ എന്നറിയപ്പെടുന്നത് ഏത് നക്ഷത്രഗണമാണ്? ഏതാണ്? ബിഗ് ഡിപ്പർ ആണ്. സപ്തർഷികളുടെ മറ്റൊരു പേരാണ് എന്ത്? ബിഗ് ഡിപ്പർ. 82. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ്? സൂര്യനാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് സൂര്യൻ. 83. താപം കുറഞ്ഞ നക്ഷത്രങ്ങൾ ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത്? ഏത് നിറമാണ്? ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നു. താപം കുറഞ്ഞ നക്ഷത്രങ്ങളാണ് ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നത്. 84. നക്ഷത്രങ്ങളുടെ നിറത്തിന് കാരണം എന്താണ്? താപനിലയാണ്. നക്ഷത്രങ്ങളുടെ നിറത്തിന് കാരണം അതിൻ്റെ താപനിലയാണ്. 85. അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതിനെ എന്താണ് പറയുന്നത്? വൃദ്ധി എന്ന് പറയുന്നു. അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിതമായ ഭാഗം കൂടുതലായി കാണുന്നതാണ് വൃദ്ധി. 86. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങൾ എന്താണ്? നക്ഷത്രങ്ങളാണ്. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. 87. പരിക്രമണപാതയിൽ ചന്ദ്രന്റെ പ്രകാശീയ ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസം മൂലമുണ്ടാകുന്നത് എന്താണ്? വൃതിക്ഷയങ്ങളാണ്. അപ്പോൾ വൃതിക്ഷയങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? പരിക്രമണപാതയിൽ ചന്ദ്രന്റെ പ്രകാശീയ ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസം കൊണ്ടാണ് നമുക്ക് വൃതിക്ഷയങ്ങൾ അനുഭവപ്പെടുന്നത്. 88. ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നതിന് എടുക്കുന്ന സമയം എത്രയാണ്? 27 ദിവസമാണ്. അപ്പോൾ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ 27 ദിവസം ആവശ്യമാണ്. 89. ഭൂമിയുടെ കറക്കം കാരണം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കടന്നു വരുന്ന പ്രദേശത്തുള്ളവർക്ക് അനുഭവപ്പെടുന്നത് എന്താണ്? ഉദയമാണ്. ഭൂമിയുടെ കറക്കം കാരണം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കടന്നു വരുന്ന പ്രദേശത്തുള്ളവർക്ക് അനുഭവപ്പെടുന്നതാണ് ഉദയം. 90. രാത്രിയും പകലും മാറി മാറി വരുന്നതിന് കാരണം എന്താണ്? ഭൂമിയുടെ ഭ്രമണമാണ്. രാത്രിയും പകലും മാറി മാറി വരുന്നതിന് കാരണം ഭൂമിയുടെ ഭ്രമണമാണ്. 91. ഭൂമി ഭ്രമണം ചെയ്യുന്ന ദിശ ഏതാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. ഇവിടെ നിന്നാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമിയുടെ ഭ്രമണം. 92. താഴെ പറയുന്നവയിൽ ഭൂമിയുടെ ആകൃതി ഏതാണ്? ഏതാണ്? ഗോളാകൃതിയാണ്. തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഗോളാകൃതി എന്ന് പറയാം. 93. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്കൻ ആകാശത്ത് കാണുന്ന നക്ഷത്രക്കൂട്ടം ഏതാണ്? കശ്യപിയാണ്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്കൻ ആകാശത്ത് കാണുന്ന നക്ഷത്രക്കൂട്ടമാണ് കശ്യപി. 94. ഓറിയോണിൻ്റെ വലത് ചുമലിൻ്റെ സ്ഥാനത്ത് കാണുന്ന ചുവന്ന നക്ഷത്രം ഏതാണ്? ഏതാണ്? തിരുവാതിരയാണ്. ഓറിയോണിൻ്റെ വലതു ചുമരിൻ്റെ സ്ഥാനത്ത് കാണുന്ന ചുവന്ന നക്ഷത്രമാണ് തിരുവാതിര. 95. പ്രാചീന കാലത്ത് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശയറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രത്തിൻ്റെ പേരെന്തായിരുന്നു? എന്താണ്? വേട്ടക്കാരൻ എന്നാണ്. പ്രാചീന കാലത്ത് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശയറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രത്തിൻ്റെ പേരാണ് വേട്ടക്കാരൻ. 96. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിക്കടുത്ത് കിടക്കുന്ന ആൽഫ സെന്റോറിയൽ എന്ന നക്ഷത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു ശബ്ദമെത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? 4 വർഷമാണ്. ആൽഫ സെന്റോറിയിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു ശബ്ദം എത്തണമെങ്കിൽ 4 വർഷം സമയമെടുക്കും. 97. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ്? പ്രോക്സിമ സെഞ്ചുറിയാണ്. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് പ്രോക്സിമ സെഞ്ചുറി. 98. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ്? സൂര്യനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് സൂര്യൻ.
99. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? നക്ഷത്രങ്ങൾ എന്നാണ്. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. 100. ചന്ദ്രൻ ഒരു തവണ ഭ്രമണം പൂർത്തിയാക്കുവാൻ എടുക്കുന്ന സമയം എത്രയാണ്? 27. 1/3 ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നത്. 101. കൊതുക് ശബ്ദമുണ്ടാക്കുമ്പോൾ കമ്പനം ചെയ്യുന്ന ഭാഗം ഏതാണ്? ഏതാണ്? ചിറകാണ്. കൊതുക് ശബ്ദമുണ്ടാക്കുമ്പോൾ കമ്പനം ചെയ്യുന്ന ഭാഗമാണ് അതിൻ്റെ ചിറക്. 102. താഴെ പറയുന്ന ജോഡികളിൽ തെറ്റായത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ് തെറ്റ്. അപ്പോൾ നമ്മൾ തെറ്റ് വായിക്കുന്നില്ല, ശരി മാത്രം വായിക്കാം. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? ഐസക് ന്യൂട്ടൺ ആണ്. നിർബാധ പതന തത്വം ആരുടേതാണ്? ഗലീലിയോ ഗലീലി. ഗ്രഹചലന നിയമങ്ങൾ ജോഹനസ് കെപ്ലർ. അപ്പോൾ ചലന നിയമങ്ങൾ ഐസക് ന്യൂട്ടൺ, നിർബാധ പതന നിയമം ഗലീലിയോ ഗലീലി, ഗ്രഹചലന നിയമങ്ങൾ ജോഹനസ് കെപ്ലർ. 103. പൽചക്രങ്ങൾ പ്രധാനമായും ഉപയോഗപ്പെടുത്തുന്നത് എവിടെയാണ്? എവിടെയാണ്? ഇവയിലെല്ലാം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വാച്ച്, ഹാൻഡ് ഡ്രില്ല്, കളിപ്പാട്ടങ്ങൾ, ഇതിലൊക്കെ ഉപയോഗപ്പെടുത്തുന്നതാണ് പൽചക്രങ്ങൾ. 104. ഒരു യന്ത്രഭാഗത്തിന്റെ കറക്കം ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത വേഗത്തിലും ദിശകളിലും ഒന്നിലേറെ യന്ത്രഭാഗങ്ങൾ ചലിപ്പിക്കാൻ സഹായിക്കുന്നവയെ ഏതാണ്? പൽചക്രങ്ങളാണ്. അപ്പം എന്താണ് പൽചക്രങ്ങൾ? ഒരു യന്ത്രഭാഗത്തിന്റെ കറക്കം ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത വേഗത്തിലും ദിശകളിലും ഒന്നിലേറെ യന്ത്രഭാഗങ്ങൾ ചലിപ്പിക്കാൻ സഹായിക്കുന്നവയാണ് പൽചക്രങ്ങൾ. 105. ഏറ്റവും കൂടിയ വേഗത്തിൽ സൂര്യനെ ചുറ്റുന്ന ഗ്രഹം ഏതാണ്? ഏതാണ്? ബുധനാണ്. ഏറ്റവും കൂടിയ വേഗത്തിൽ സൂര്യനെ ചുറ്റുന്ന ഗ്രഹമാണ് ബുധൻ. 106. ഗ്രഹങ്ങളുടെ സൂര്യന് ചുറ്റുമുള്ള കറക്കവുമായി ബന്ധപ്പെട്ട ഗ്രഹചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആരാണ്? ജോഹനസ് കെപ്ലർ ആണ്. ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റുമുള്ള കറക്കവുമായി ബന്ധപ്പെട്ട ഗ്രഹചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ജോഹനസ് കെപ്ലർ. 107. നിർബാധം താഴേക്ക് വീഴുന്ന വസ്തുക്കൾക്ക് ഭാരമില്ലായ്മ അനുഭവപ്പെടും എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആരാണ്? ഗലീലിയോ ഗലീലി ആണ്. നിർബാധം താഴേക്ക് വീഴുന്ന വസ്തുക്കൾക്ക് ഭാരമില്ലായ്മ അനുഭവപ്പെടുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. 108. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഐസക് ന്യൂട്ടൺ ആണ്. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൺ. 109. ദോലനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നത് ദോലനത്തിന് ഉദാഹരണമല്ല. അപ്പോൾ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഊഞ്ഞാലിൻ്റെ ചലനം, വാഹനത്തിലെ വെയ്പ്പറിൻ്റെ ചലനം, ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ചലനം. 110. ദ്രുതഗതിയിലുള്ള ദോലനങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? കമ്പനം എന്നാണ്. ദ്രുതഗതിയിലുള്ള ദോലനങ്ങൾ അറിയപ്പെടുന്നത് കമ്പനം എന്നാണ്. 111. ദോലനത്തിന് ഉദാഹരണം ഏതാണ്? ഇവയെല്ലാം ദോലനത്തിന് ഉദാഹരണമാണ്. ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ചലനം, തൂക്കിയിട്ട തൂക്കുവിളക്കിൻ്റെ ചലനം, ഊഞ്ഞാലിൻ്റെ ചലനം, ഇതൊക്കെ ദോലനമാണ്. 112. ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം ഏത് തരം ചലനമാണ്? ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ദോലനമാണ്. ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം ദോലനമാണ്. 113. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് ദോലനം. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് ദോലനം. 114. വർത്തുള ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? പമ്പരം കറങ്ങുന്നത് വർത്തുള ചലനത്തിന് ഉദാഹരണമല്ല. അപ്പോൾ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? വൃത്തപാതയിലൂടെ കളി തീവണ്ടി ഓടുന്നത് വർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം, കോമ്പസിൽ പെൻസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിൻ്റെ ചലനം. 115. കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം ഏതാണ്? വർത്തുള ചലനമാണ്. കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനമാണ് വർത്തുള ചലനം. 116. ഫാൻ കറങ്ങുന്നത് ഏത് തരം ചലനത്തിന് ഉദാഹരണമാണ്? ഏതാണ്? ഭ്രമണമാണ്. ഫാൻ കറങ്ങുന്നത് ഭ്രമണത്തിന് ഉദാഹരണമാണ്. 117. താഴെ പറയുന്നവയിൽ ഭ്രമണത്തിന് ഉദാഹരണം ഏതാണ്? ഏതാണ്? 1, 2, 3, 4 എന്നിവയാണ്. പമ്പരം കറങ്ങുന്നത്
ഷാർപ്നർ ഉപയോഗിച്ച് പെൻസിൽ കൂർപ്പിക്കുന്നത്, വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നത്, ഫാൻ കറങ്ങുന്നത് എന്നിവ ഭ്രമണത്തിന് ഉദാഹരണമാണ്. 118. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? അതാണ് ഭ്രമണം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. 119. നേർരേഖാ ചലനങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? തന്നിരിക്കുന്നതെല്ലാം ഇവയെല്ലാം നേർരേഖാ ചലനങ്ങൾക്ക് ഉദാഹരണമാണ്. മാമ്പഴം ഞെട്ടറ്റ് വീഴുന്നത്, സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് നേർരേഖ വരയ്ക്കുന്നത്, ലിഫ്റ്റ് ഉയരുന്നത്, ഇവയൊക്കെ നേർരേഖാ ചലനത്തിന് ഉദാഹരണങ്ങളാണ്. 120. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലുള്ള ചലനത്തെ വിളിക്കുന്ന പേരെന്താണ്? നേർരേഖാ ചലനം എന്നാണ്. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലുള്ള ചലനമാണ് നേർരേഖാ ചലനം. 121. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കുന്നതിനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കുന്നതിനും ചലനത്തിൻ്റെ ദിശ മാറ്റുന്നതിനും ചലനവേഗം കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും പ്രയോഗിക്കുന്നത് എന്താണ്? ബലമാണ്. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ചലനത്തിൻ്റെ ദിശ മാറ്റാനും ചലനവേഗം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പ്രയോഗിക്കുന്നത് ബലമാണ്. 122. ഭൂമി സൂര്യനെ ചുറ്റുന്നതിന് എടുക്കുന്ന വേഗത എത്രയാണ്? 1,06,000 km/h ആണ്. ഭൂമി സൂര്യനെ ചുറ്റുന്നതിന് എടുക്കുന്ന വേഗത 1,06,000 km/h. 123. ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമി സ്വയം തിരിയുന്ന വേഗത എത്രയാണ്? 1667 km/h. ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമി സ്വയം തിരിയുന്ന വേഗത 1667 km/h ആണ്. 124. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനും ദിശ മാറ്റാനും വേഗത കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും പ്രയോഗിക്കുന്നത് എന്താണ്? ബലമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ബലമാണ്. 125. ഭൂമി സൂര്യനെ ചുറ്റുന്ന വേഗത എത്രയാണ്? 1,06,000 km/h ആണ്. 126. കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖല അറിയപ്പെടുന്ന പേരെന്താണ്? കാന്തിക മണ്ഡലം എന്നാണ്. കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയാണ് കാന്തിക മണ്ഡലം. 127. കാന്തത്തിൻ്റെ ഒരേ തരം ധ്രുവങ്ങൾ അറിയപ്പെടുന്ന പേര് എന്താണ്? സജാതീയ ധ്രുവങ്ങൾ എന്നറിയപ്പെടുന്നു. കാന്തത്തിൻ്റെ ഒരേ തരം ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങൾ എന്ന് വിളിക്കുന്നു. 128. കാന്തം ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന പ്രധാന ഉപകരണങ്ങളിൽ പെടാത്തത് ഏതാണ്? മിക്സിയാണ്. മിക്സിയിൽ കാന്തം ഉപയോഗപ്പെടുത്തിയിട്ടില്ല. 129. കാന്തത്തിൻ്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന ഭാഗങ്ങൾ ഏതാണ്? കാന്തിക ധ്രുവങ്ങളാണ്. കാന്തത്തിൻ്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന ഭാഗമാണ് കാന്തിക ധ്രുവങ്ങൾ. 130. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന കാന്തങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദിശ ഏതാണ്? തെക്ക് വടക്ക് ദിശയാണ്. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന കാന്തങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തെക്ക് വടക്ക് ദിശയിലാണ്. 131. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളിൽ പെടാത്തത് ഏതാണ്? നിയോൺ ആണ്. അപ്പോൾ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? നിയോഡിമിയം, അൽനിക്കോ, സമേറിയം എന്നിവയാണ്. നിയോഡിമിയം, അൽനിക്കോ, സമേറിയം എന്നിവ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ്. 132. അൽനിക്കോയിലെ ഘടകങ്ങളിൽ പെടാത്തത് ഏതാണ്? കോപ്പർ ആണ്. അപ്പോൾ അൽനിക്കോയിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? അലുമിനിയം, നിക്കൽ, കോബാൾട്ട് എന്നിവയാണ്. അലുമിനിയം, നിക്കൽ, കോബാൾട്ട്. 133. കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? അൽനിക്കോയാണ്. കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. 134. കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വസ്തു ഏതാണ്? 1ഉം 2ഉം ശരിയാണ്. ഇരുമ്പും ഉരുക്കും കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. 135. ലോഡ് സ്റ്റോണിനെ ഗ്രീക്കുകാർ വിളിച്ചിരുന്ന പേര് എന്താണ്? മാഗ്നറ്റൈറ്റ് എന്നാണ്. ലോഡ് സ്റ്റോണിനെ ഗ്രീക്കുകാർ വിളിച്ചിരുന്ന പേരാണ് മാഗ്നറ്റൈറ്റ്. 136. അകാന്തിക വസ്തുക്കൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? നിക്കലാണ്. നിക്കൽ ഒരു അകാന്തിക വസ്തുവാണ്. 137. കാന്തിക വസ്തുക്കൾക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ചെമ്പാണ്. കാന്തിക വസ്തുക്കൾക്ക് ഉദാഹരണമല്ലാത്തൊരു വസ്തുവാണ് ചെമ്പ്. 138. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണെന്നാണ് പറഞ്ഞത്?
അൽനിക്കോയാണ്. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. 139. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയിട്ട കാന്തങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദിശ ഏതാണ്? നേരത്തെ പറഞ്ഞു തെക്ക് വടക്കാണ്. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദിശ തെക്ക് വടക്കാണ്. 140. ഇരുമ്പിന്റെ കൂടെ അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നീ ലോഹങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ലോഹസങ്കരം ഏതാണ്? അൽനിക്കോയാണ്. ഇരുമ്പിന്റെ കൂടെ അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നിവ ചേർത്താണ് അൽനിക്കോ ഉണ്ടാക്കുന്നത്. 141. ഇരുമ്പ് തുരുമ്പിക്കുമ്പോൾ അതിൻ്റെ ഭാരത്തിന് എന്ത് സംഭവിക്കുന്നു? ഭാരം കൂടുന്നു. ഇരുമ്പ് തുരുമ്പിക്കുമ്പോൾ അതിൻ്റെ ഭാരം കൂടുന്നു. 142. ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയ ഏതാണ്? തെളിയൂറ്റലാണ്. ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ. 143. ഒരു മിശ്രിതത്തിലെ ഘടകപദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതി ഏതാണ്? അരിക്കലാണ്. ഒരു മിശ്രിതത്തിലെ ഘടകപദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിയാണ് അരിക്കൽ. 144. വെളിച്ചെണ്ണയും വെള്ളവും കലർന്ന മിശ്രിതം എന്തിന് ഉദാഹരണമാണ്? എന്താണ്? എമൽഷന് ഉദാഹരണമാണ്. വെളിച്ചെണ്ണയും വെള്ളവും കലർന്ന മിശ്രിതം എമൽഷന് ഉദാഹരണമാണ്. 145. പാല് ഏത് തരം ലായനിയാണ്? ഏതാണ്? കൊളോയിഡാണ്. പാലൊരു കൊളോയിഡ് ലായനിയാണ്. 146. സിങ്കും കോപ്പറും കൂടി ചേർന്നാൽ ഉണ്ടാകുന്ന ലായനി ഏതാണ്? ഏതാണ്? ബ്രാസ് ആണ്. സിങ്കും കോപ്പറും ചേർന്നാണ് എന്തുണ്ടാവുന്നത്? ബ്രാസ് ഉണ്ടാവുന്നത്. 147. കൊളോയിഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ തെറ്റായത് ഏത്? ഓപ്ഷൻ ബി ആണ് തെറ്റ്. അത് നമ്മൾ വായിക്കുന്നില്ല. ശരി നോക്കാം. കണങ്ങൾ അടിയുന്നില്ല. കൊളോയിഡിൽ കണങ്ങൾ അടിയുന്നില്ല. യഥാർത്ഥ ലായനിക്കും പ്ലവത്തിനും ഇടയിൽ വരുന്ന മിശ്രിതങ്ങളാണ് കൊളോയിഡുകൾ. അരിച്ചു മാറ്റാൻ കഴിയില്ല. അപ്പം എന്തൊക്കെ സംഭവിക്കുന്നില്ല? കണങ്ങൾ അടിയുന്നില്ല, അരിച്ചു മാറ്റാൻ കഴിയില്ല. യഥാർത്ഥ ലായനിക്കും പ്ലവത്തിനും ഇടയിൽ വരുന്ന മിശ്രിതങ്ങളാണ് കൊളോയിഡുകൾ. 148. ചോക്കുപൊടിയും വെള്ളവും കലർന്ന മിശ്രിതം എന്തിന് ഉദാഹരണമാണ്? പ്ലവം. പ്ലവത്തിന് ഉദാഹരണമാണ് ചോക്കുപൊടിയും വെള്ളവും കലർന്ന മിശ്രിതം. 149. പ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് തെറ്റ്. അപ്പോൾ ബാക്കി വായിക്കാം. കണങ്ങൾ അടിയുന്നു, ലീനം ലയിക്കാത്ത ദ്രാവകത്തിൽ കലർന്നിരിക്കുന്നു, അരിച്ചു മാറ്റുകയും ചെയ്യാം. അപ്പോൾ അരിച്ചു മാറ്റാൻ സാധിക്കും. കണങ്ങൾ അടിയും, ലീനം ലയിക്കാത്ത ദ്രാവകത്തിൽ കലർന്നിരിക്കുന്നു. 180. ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണപ്പെടുന്നതെങ്കിൽ അത് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ശുദ്ധപദാർത്ഥങ്ങൾ എന്നറിയപ്പെടുന്നു. ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണപ്പെടുന്നതെങ്കിൽ അതാണ് ശുദ്ധപദാർത്ഥങ്ങൾ. 151. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക ഏതാണ്? തന്മാത്രയാണ്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. 152. ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയ ഏതാണെന്നാണ് പറഞ്ഞത്? തെളിയൂറ്റലാണ്. 153. അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാൽസ്യവും ഫോസ്ഫറസുമാണ്. അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളാണ് കാൽസ്യം, അതുപോലെ ഫോസ്ഫറസ്. 154. ചെറിയ കുട്ടികളുടെ അസ്ഥികൾക്ക് ബലം കുറയാൻ കാരണം എന്താണ്? കാൽസ്യം ഫോസ്ഫേറ്റിൻ്റെ നിക്ഷേപം കുറവായതുകൊണ്ടാണ്. കാൽസ്യം ഫോസ്ഫേറ്റിൻ്റെ നിക്ഷേപം കുറവായതുകൊണ്ടാണ് ചെറിയ കുട്ടികളുടെ അസ്ഥികൾക്ക് ബലം കുറയുന്നത്. 155. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. 156. അസ്ഥികൾ സ്ഥാനം തെറ്റുന്ന അവസ്ഥ ഏതാണ്? സ്ഥാനഭ്രംശമാണ്. അസ്ഥികൾ സ്ഥാനം തെറ്റുന്ന അവസ്ഥയാണ് സ്ഥാനഭ്രംശം. 157. അസ്ഥികൾ ഒടിയുന്ന അവസ്ഥ ഏതാണ്? അസ്ഥിഭംഗമാണ്. അസ്ഥികൾ ഒടിയുന്നതിനെയാണ് നമ്മൾ അസ്ഥിഭംഗം എന്ന് പറയുന്നത്. 158. പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206 ആണ്. പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ 206 അസ്ഥികളാണ് ഉണ്ടാവുക. 159. ജനിക്കുന്ന സമയത്ത് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്?
എത്രയാണ്? 300 എണ്ണമാണ്. ജനിക്കുന്ന സമയത്ത് മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥികളാണ് ഉണ്ടാവുക? 300 അസ്ഥികളാണ് ഉണ്ടാവുക. ഇനി 160ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? ഏതാണ്? സ്റ്റേപ്പിസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? തുടയെല്ലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് തുടയെല്ല്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള അസ്ഥി ഏതാണ്? കീഴ്ത്താടിയെല്ലാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള അസ്ഥിയാണ് കീഴ്ത്താടിയെല്ല്. ഇനി മനുഷ്യൻ്റെ തലയോട്ടിയിലെ ഒരേ ഒരു ചലന സ്വാതന്ത്ര്യമുള്ള അസ്ഥി ഏതാണെന്ന് ചോദിച്ചാലും അതും കീഴ്ത്താടിയെല്ലാണ്. അപ്പോൾ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള അസ്ഥിക്കാണ് മനുഷ്യ ശരീരത്തിൽ ഒരേ ഒരു ചലന സ്വാതന്ത്ര്യമുള്ള അസ്ഥി. അതാണ് ഏത്? കീഴ്ത്താടിയെല്ല്. ഇനി വിജാഗിരി സന്ധിക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഏതാണ് പറയുക? കൈമുട്ട്, കാൽമുട്ട്. വിജാഗിരി സന്ധിക്ക് ഒരു ഉദാഹരണമാണ് കൈമുട്ടും കാൽമുട്ടും. സ്നായുക്കൾ വലിയുകയോ പൊട്ടുകയോ ചെയ്താൽ ഉണ്ടാകുന്ന തകരാറ് ഏതാണ്? ഏതാണ്? ഉളുക്കാണ്. സ്നായുക്കൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉളുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയാണ് ഇന്ന് പറയാനുണ്ടായിരുന്നത്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു ദിവസം കാണാം. താങ്ക് യു.